തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ ഈ ഒരു വേദനയും പോവുകയാണ്. അപ്പം നമ്മൾ അവരെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് വലിയൊരു അപകടം പറ്റിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ മൈൻഡും നമ്മുടെ ചിന്തയും കടലിലോട്ട് പോയവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോഴേ ഓട്ടോമാറ്റിക്കലി ഒരു ആളെ അപകടത്തിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വലിയ തിരമാലകൾ അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ കോവളത്ത് എത്ര ലൈഫ് ഗാർഡുകൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നത് 2 ഷിഫ്റ്റ് ആയിട്ടാണ്. 2 ഷിഫ്റ്റാണ്. ഇപ്പൊ കോവളത്ത് മാത്രമായിട്ട് ഒരു ഷിഫ്റ്റില് 17 ലൈഫ് ഗാർഡുകളുണ്ട്. ഇപ്പോൾ 2 ഷിഫ്റ്റിലുമായിട്ട് ഒരു 35 ലൈഫ് ഗാർഡുകൾ, സൂപ്പർവൈസർ ഉൾപ്പെടെ 37 പേരുണ്ട്. 37 പേരുണ്ട്. ഈ അടുത്ത കാലത്താണ് ഈ ലൈഫ് ഗാർഡുകളെ കൂട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷിഫ്റ്റിലെ 8 ലൈഫ് ഗാർഡ്, ഇപ്പോൾ 8 ലൈഫ് ഗാർഡ് വെച്ചാണ് ഈ ബീച്ച് മൊത്തം ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടലായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാനോ ഉണ്ണാൻ പോകാനോ ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു 10-25 പുതിയ ലൈഫ് ഗാർഡ്സിനെ എടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് ഗാർഡ് കൂടിയത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ താങ്കളുടെ ബാബുജിയുടെ അടുത്തിരുന്ന ചേട്ടൻ, അദ്ദേഹം തിരിഞ്ഞിരുന്നത് എന്തുകൊണ്ട്? ഒരു ഹസാഡീസ് ആയിട്ടുള്ളൊരു കാര്യം വന്നാൽ എനിക്ക് ആക്ഷൻ എടുക്കണം, അതുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ചെയർ വേണമെങ്കിൽ തിരിച്ചിടാമായിരുന്നു. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അയാൾ ഓടണം, അല്ലെങ്കിൽ രക്ഷിക്കാൻ പോകണം. അതുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കഠിനമായ ജോലിയാണ്. ആ ജോലി പൂർത്തീകരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ സാറ് ഞങ്ങളെ ഇന്റർവ്യൂ നടത്തുന്നെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. ഞങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് കടലിലോട്ടാണ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും അപകടം, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതും വിട്ടിട്ട് ഞാൻ അങ്ങ് പോകും. കാരണം നമ്മുടെ ജോലി എന്ന് പറയുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ്. അപ്പൊ അതൊരു മുന്നിൽ കണ്ടുകൊണ്ടും ആ ഒരു ശ്രദ്ധ കൊടുത്തിട്ടും ഈ സർക്കാർ ഇത്രയും കഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് സർക്കാർ ഞങ്ങളെ അവഹേളിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാതെ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇത് വിടാം, ഇത്ര മുൻകാലങ്ങളിലുള്ള ഇവിടെ ഇപ്പോൾ ഈ 10 വർഷം തുടർച്ചയായിട്ട് ഒരു ഭരണം നടത്തിയിട്ട് പോലും, പക്ഷെ ഞങ്ങൾ പല പല നിവേദനങ്ങൾ കൊടുത്തിട്ടും സമരങ്ങൾ ചെയ്തിട്ട് പോലും സർക്കാർ ഒരു രീതിക്ക് ഞങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ നാളിൽ വരയ്ക്കും കാണാത്തൊരു കാര്യമാണ് ലൈഫ് ഗാർഡുകൾ സമരം ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ 24-25 ഞങ്ങൾ രാപ്പകൽ സമരം എന്ന് പറഞ്ഞ് സമരം വെച്ചായിരുന്നു. എത്ര പേരാണ് ആ സമരത്തിന് പിന്താങ്ങ് കൊടുത്തത്? എത്ര അംഗങ്ങളായിട്ടാണ് നിങ്ങൾ? തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ലൈഫ് ഗാർഡുകൾ ആ സമരത്തിൽ. എത്ര പേരാണ് ആ സമരം നയിച്ചത്? സമരം ഞങ്ങൾ INDC യൂണിയന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ സമരം നയിച്ചത്. എണ്ണം പറയൂ സാറേ. ഞങ്ങളൊരു 150-150 പരം ലൈഫ് ഗാർഡുകൾ ഉണ്ടായിരുന്നു. അപ്പോ കോവളം, വർക്കല, കൊല്ലം, ആലപ്പുഴ എന്നീ വരുന്ന സ്ഥലങ്ങളിലെ എറണാകുളം 37 പേര് അടങ്ങുന്ന കോവളത്ത് 37 പേരുണ്ടെങ്കിൽ കേരളം മൊത്തവും നിങ്ങൾക്കൊരു 500-ൽ പരം ആൾക്കാരില്ലേ? അല്ല, 500-ൽ പരം ഇല്ല, ഞങ്ങൾക്ക് ഒരു 200-നകത്തേ ഉള്ളൂ. അതിൽ എത്ര പേരാണ് വന്നത്? ഒരു 150-ൽ പരം ആൾക്കാർ. അപ്പോൾ നല്ലൊരു ടീമാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ കണ്ടില്ല? ഇത് രണ്ട് ദിവസം ഞങ്ങൾ രാപ്പകൽ സമരം നടത്തുകയും ഇവിടെ തന്നെ നമ്മുടെ കോവളം ബീച്ചിൽ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സംഘം അപകടത്തിൽ പെടുകയും അത് അവരുടെ ഭാഗ്യം കൊണ്ട് ഈ കട്ടിലും കുടയും ഇടുന്ന ആൾക്കാരും അവിടുത്തെ നാട്ടുകാരും ചേർന്നാണ് അവർ രക്ഷപ്പെടുന്നത്. പക്ഷേ അവരെ കണ്ണിൽ യാദൃശ്ചികമായിട്ട് കണ്ടതുകൊണ്ട്, അത് അവർ മത്സ്യത്തൊഴിലാളികളൂടെ ആയതുകൊണ്ടാണ്. അതല്ല, അവരില്ലായിരുന്നു, വേറെ അവർ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 7 അംഗ സംഘം, അത് എഞ്ചിനീയറിംഗ് എന്ന പഠിക്കുന്നതാണ്, അവർ മരണപ്പെടുകയായിരുന്നു. ഈ ജോലി ചെയ്തില്ല എങ്കിൽ ശമ്പളം കിട്ടാൻ വേറെ വഴിയുണ്ടോ? ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം ഇനി ഞങ്ങൾക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് തന്നെ ഇപ്പോൾ ഒരു 50-55 വയസ്സോളമായി. അപ്പോൾ ഇനി അടുത്ത് ഇതെന്ന് പറഞ്ഞു വിട്ടാൽ ഏത് ജോലിയാണ് ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ LDF സർക്കാർ 5 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു പാക്കേജ് നടപ്പിലാക്കിയിരുന്നു. ഈ പിരിഞ്ഞു പോകുന്നവർക്ക് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് അന്ന് ഒരു കരാറുണ്ടാക്കി. പക്ഷെ അതുപോലും അവർ നടപ്പിലാക്കിയിട്ടില്ല. ഈ പൊരുവേലത്ത് രാപ്പകലോളം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ജോലി ചെയ്യുന്ന താങ്കൾക്ക് എത്ര രൂപ വേതനം കിട്ടുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അത്
ആ ബോട്ട് പിടിക്കുന്ന സഹോദരനേക്കാളും കുറവ് എന്നതാണ് സത്യാവസ്ഥ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട സർക്കാർ എംപ്ലോയീസ്, മന്ത്രിമാർ ഇവരെല്ലാം AC കാറിൽ പോകുമ്പോൾ ഈ പൊരിവെയിലത്ത് ചൂട് കാറ്റുകൊണ്ട് ഉപ്പ് കാറ്റുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ലൊരു വേതനം തന്നുകൂടാ? അതാണ് ഞങ്ങളുടെയും ചോദ്യം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, സർക്കാരിനോട് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട മറുപടി, നിങ്ങൾ ആരും തന്നെ ഇനി ജോലി ചെയ്യരുത്. അതാണ് ഞാൻ തൊട്ടു മുമ്പ് ചോദിച്ചത്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ വേറെ ജോലി ഇല്ലേ? ഇന്ന് കോവളം ടൂറിസം എന്നതാണ് കേരളത്തിന്റെ വരുമാനം. കോവളമല്ല, ടൂറിസമാണ് കേരളത്തിന്റെ വരുമാനം. ഇവിടെ കമ്പനികളില്ല, കുത്തകകളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ കുത്തകകൾ ഇല്ലാത്തടത്തോളം ടൂറിസത്തിൽ ലൈഫ് ഗാർഡ് ഇല്ലെങ്കിൽ ട്രാവലേഴ്സ് ഫിയേഡ് ആവും, ട്രാവലേഴ്സ് എൻട്രി കുറയും, സ്വാഭാവികമായിട്ടും വേതനം കൂട്ടും. സമരമല്ല വേണ്ടത്, പണിമുടക്കാണ് വേണ്ടത്. പണിമുടക്കും, നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞതിലോട്? അതിനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അനിശ്ചിതകാല സമരമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. വീണ്ടും ഞങ്ങളൊരു 2 ദിവസത്തെ രാപ്പകൽ സമരം സമരത്തിൽ ഞങ്ങൾ നിർത്തേണ്ട കാര്യം എന്ന് വെച്ചാൽ വരുന്നത് ടൂറിസ്റ്റുകളാണ്. അവർക്ക് ഈ കടലിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ പോലെ ഒരു ജീവൻ ഞാൻ ചേട്ടാന്ന് വിളിക്കാം. കാരണം എനിക്ക് എൻ്റെ സഹോദരനായി തോന്നി. കാരണം ടൂറിസ്റ്റുകളെ നോക്കാനാണ് സർക്കാർ ഇരിക്കുന്നത്. ചേട്ടൻ എന്തുകൊണ്ടാണ് ടൂറിസ്റ്റിനെ സഹോദരനായിട്ട് കണ്ടത്? ടൂറിസ്റ്റ് വന്ന് പോകും, നിങ്ങൾക്കൊരു ടിപ്പ് പോലും തരാറില്ല. എന്തുകൊണ്ട് ടൂറിസ്റ്റിനെ കാണുന്നേ? പൈസ കൊണ്ടുപോകുന്ന സർക്കാരാണെങ്കിൽ അവർക്ക് മുകളിൽ ആ ഭാരം ഇരിക്കട്ടെ. താങ്കൾ അത് കളയുന്നുണ്ട്. രാവിലെ വരണ്ട, 7 മണിക്ക് എന്നുള്ളൊരു ടൈം ഷീറ്റിൽ സൈൻ ചെയ്യണ്ട. 5 ദിവസം താങ്കൾ ഉൾപ്പെടുന്ന 200 പേര് പണിമുടക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, 35,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്ക് വേറെയാണ്, 50,000 രൂപയാണ്. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുക. 35,000 കുറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എൻ്റെ വാക്കാണ്. ഇപ്പോൾ ഇതിന് മുൻപ് തന്നെ 60 വയസ്സാണ് സർക്കാർ തീരുമാനിച്ചത്. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് പാക്കേജ് ആയിട്ട് തരുമെന്ന് പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നു. ഈ 60 വയസ്സ് തികഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞതും മാനസികമായിട്ട് ഇനിയൊരു ജോലി ചെയ്യാൻ പറ്റില്ല, ഇനിയൊരു വരുമാനം ഇല്ല എന്ന് മനസ്സിലാക്കി കൂടെയുള്ള ഒരു ലൈഫ് ഗാർഡ് ഹൃദയം പൊട്ടി മരിച്ചു. സമരം ചെയ്തുകൊണ്ടാണല്ലോ ഇന്ന് വരെയും നമ്മളെല്ലാം നേടിയെടുത്തത്. സ്വാതന്ത്ര്യമാണെങ്കിലും വേതനമാണെങ്കിലും എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? പണിമുടക്കെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഈ തൊഴിലാളി തന്നെയാണ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് 10 വർഷം ഇവിടെ ഭരിച്ചത്. പക്ഷേ ഈ തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് 1 രൂപ പോലും കൂട്ടി തന്നിട്ടുമില്ല. ഞാൻ സമരം ചെയ്തുകൊണ്ടാണല്ലോ എല്ലാം നേടിയെടുത്തതെന്ന് പറഞ്ഞത് തൊഴിലാളികളുടെ പാർട്ടിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തൊഴിലാളികളുടെ പാർട്ടിയിൽ അവരന്ന് സമരം ചെയ്ത് നേടിത്തന്നു. ഇന്ന് സമരം ചെയ്യുന്നവരെ അവർക്ക് എന്താ കാണാൻ സാധിക്കാത്തത്? അതെനിക്കറിയില്ല. കാരണം ഞങ്ങൾ സമരങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ നിവേദനങ്ങൾ ചോദിക്കുന്നു. ഈ തൊഴിലാളികളുടെ പക്ഷത്തുള്ള സർക്കാർ എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനെന്നല്ല, ഞങ്ങളെ കൂടെയുള്ള എല്ലാ ലൈഫ് ഗാർഡും അങ്ങനെയാണ്. താങ്കളുടെ തിരക്കിട്ട സമയത്തിനിടയിൽ എനിക്ക് വേണ്ടിയിട്ട് സമയമായി എന്ന ചാനലിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി ഞാൻ പറയുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഇവിടെ ഉണ്ട്. ഒരു PFO EFO ഒന്നും തന്നെ കിട്ടാതെ താൽക്കാലിക നിയമന പ്രകാരമുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ലൈഫ് ഗാർഡുകളുടെയും വേതന സർക്കാർ അറിയണം. അറിഞ്ഞാൽ മാത്രമേ അവരിന് നാളെ ഉണ്ടാവുള്ളൂ. ഇല്ല എങ്കിൽ മന്ത്രിമാരിവിടെ കസേരയിട്ട് ടൂറിസം വന്ന ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. സമയമായി